Jesus Christ is the Lord, He is the God and Savior of the whole world. അന്ത്യകാലത്ത് ദൈവത്തിന്റെ കയ്യിൽ അമൂല്യ സമ്പത്താണ് സ്ത്രീകൾ എന്നുള്ളത് പറയുവാൻ ഒരു കാര്യമുണ്ട്. സുവിശേഷം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു ആൺതരികളെ പോലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഉയർപ്പിന്റെ സന്ദേശം ഒന്ന് കൈമാറുവാൻ. യേശുവിന്റെ കൂടെ നടന്ന് യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ട് അവന്റെ പ്രവൃത്തികൾ കണ്ട് അവന്റെ വായിൽ നിന്ന് കേട്ടവർ, ഞങ്ങൾ കണ്ടു കേട്ടു തൊട്ടു അനുഭവിച്ചു എന്ന് പറയുന്ന പുരുഷന്മാരായ ശിഷ്യന്മാരെ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്നു ഒരു സ്ത്രീ. ഈ സ്ത്രീക്ക് ഇരുട്ടിനെ ഭയമില്ല, കല്ലറയെ ഭയമില്ല, പടയാളികളെ ഭയമില്ല, റോമൻ മുദ്രയെ ഭയമില്ല, റോമൻ പട്ടാളത്തെ ഭയമില്ല, റോമൻ നിയമങ്ങളെ ഭയപ്പെടാതെ നിൽക്കുന്ന ഒരു സ്ത്രീ. അവൾക്ക് വേണ്ടത് കർത്താവായ യേശുവിനെ മാത്രമാണ്. മരിച്ച യേശു അതിലും കുഴപ്പമില്ല, എനിക്ക് അവനെ ഒന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം നിൽക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ദൈവം പിന്നൊന്നും മടിച്ചില്ല, ഒന്നും ഓർത്തില്ല. അവരുടെ കയ്യിൽ ആ ഉയർപ്പിന്റെ സുവിശേഷം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയുക. ആ സഹോദരന്മാർ എവിടെ ഇരിക്കുന്നു? വാതിലടച്ച് ഭയന്ന് മുറിക്കുള്ളിലിരിക്കുന്ന സഹോദരന്മാരോട് ചെന്ന് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആ ഉയർപ്പിന്റെ സുവിശേഷം ആദ്യം പങ്കിട്ടത് സ്ത്രീയാണെന്നുള്ളത് നിശ്ചയമായിട്ടും പ്രശംസനീയമാണ്. അത് ഈ അന്ത്യകാലത്തും ഉയർപ്പിന്റെ സുവിശേഷം ദൈവം സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സധൈര്യം, ആരെയും ഭയപ്പെടാതെ, ഒന്നിനെയും ഭയപ്പെടാതെ, ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഓരോ എതിർപ്പുകളും സുവിശേഷ വിരോധികളായവർ ചെയ്തു കൂട്ടുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടും സധൈര്യം യേശുവിനെ വിളിച്ചു പറയുവാൻ സ്ത്രീകൾ ഒരുമ്പിടുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു ഉയർപ്പിന്റെ ശക്തിയാണ്, ഉയർപ്പിന്റെ സന്ദേശമാണ് അവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് നിസ്സംശയം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ജമീമ എന്ന പെൺകുട്ടിയും ഒറ്റ ദിവസം കൊണ്ട് ഒരു വചനം കൊണ്ട് മുഴുവൻ ഭാരത്തെയും യേശുവിന്റെ നാമം കൊണ്ട് നിറച്ചു. ഇതുപോലെ അനേകം സ്ത്രീകളെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതെ, ദൈവത്തിന്റെ കയ്യിൽ അന്ത്യകാലത്തിലെ അമൂല്യ സമ്പത്താണ് സ്ത്രീകൾ എന്നുള്ളത് പറയാതെ വയ്യ. सब लोगों को मेरी आवाज सुनाई दे रही है। आज एक खुशी का दिन है, आज एक खुशी का दिन है। मेरा यीशु जिंदा हुआ है। आज का दिन आप सबको खुशी का दिन मैं बताने जा रही हूँ। यीशु मसीह इस दुनिया में आए, उसने अपने आप को क्रूस पर बलिदान किया है। उसने अपने आप को खुद को सूली पर बलिदान किया है। क्रूस